നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമാക്കിയ ലിഫ്റ്റ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ സമുദായക്കാരുടെയും ദേശക്കാരുടെയും കാവടി വരവും നാടൻ കലാരൂപങ്ങളും കാർത്തിക നാളിനെ വർണ്ണാഭമാക്കി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വാക്കത്തോൺ റാലി, ഫ്ലാഷ് മോബ്, കവിതാലാപനം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമാക്കിയ ലിഫ്റ്റ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ ദുരിതം മനസ്സിലാക്കി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെ തുടർന്നാണ് ലിഫ്റ്റ് അനുവദിച്ചത്. ലിഫ്റ്റ് സ്ഥാപിച്ച് 6 മാസം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുലിക്കൽ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഒരു സിവിൽ സ്റ്റേഷനുകൾ, മിനി സിവിൽ സ്റ്റേഷനുകൾ ഉണ്ടാകണമെന്ന പദ്ധതി മുന്നോട്ട് വെക്കുകയും ആ പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചേർപ്പ് നിയോജക മണ്ഡലം, അന്നത്തെ ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ ഈ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ, അത് PWD ഉണ്ട്, AE ഓഫീസുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുണ്ട്, അങ്ങനെ 15ഓളം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകൾ ഈ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. 200-ൽ താഴെ ജീവനക്കാർ ഇവിടെ സ്ഥിരമായി ജോലി ചെയ്തു വരുന്നുണ്ട്. ചേർപ്പ് പഞ്ചായത്തിലുള്ളവർ മാത്രമല്ല, നമ്മുടെ സമീപ പ്രദേശത്തുള്ള എത്രയോ ആളുകൾ ദിനം പ്രതി വിവിധ ആവശ്യങ്ങളും ആവലാതികളുമായി അപേക്ഷ കൊടുക്കാൻ, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ സർക്കാർ സംവിധാനത്തെ, ഈ മിനി സിവിൽ സ്റ്റേഷനെ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്, അതല്ലെങ്കിൽ ആശ്രയിച്ചു പോകുന്നുണ്ട്. MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നടത്തിയ സമരത്തിന്റെ ഭാഗമായി പണി കഴിച്ച ഈ ലിഫ്റ്റ് പണി കഴിച്ചിട്ടും തുറന്നു കിടക്കാത്ത സാഹചര്യത്തിലാണ് ഈ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമരം വൻ വിജയമാക്കുവാനും ഈ സമരത്തിൻ്റെ ഭാഗം കണ്ട് ഇതിനു മുൻ നടപടികൾ സ്വീകരിക്കാനും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും MLAയും തയ്യാറാകണമെന്നും, തയ്യാറായില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് KK അശോകൻ, സുനിൽ ലാലൂർ, സിജോ ജോർജ്, അശോകൻ പൊറ്റേക്കാട്ട്, IA വിൽസൺ, സന്തോഷ് ബാബു, സിദ്ധാർത്ഥൻ, C സുജിത് കുമാർ, കുട്ടികൃഷ്ണൻ നടുവിൽ, സുരാജ് ചേർപ്പ്, പ്രേംബാസി, അബൂബക്കർ, രാജു ഐച്ചിയിൽ, വിനു, ബൈജു, സന്തോഷ്, വിദ്യാ രമേശ്, സിനി പ്രദീപ്, അഡ്വക്കേറ്റ് ലീന ജോസ്, ആൽവിയ ജയശ്രീ, ഷൈജ വിനോദ്, മിനി ജോസ്, സൈറ ബാനു എന്നിവർ സംസാരിച്ചു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ സമുദായക്കാരുടെയും ദേശക്കാരുടെയും കാവടി വരവും നാടൻ കലാരൂപങ്ങളും കാർത്തിക നാളിനെ വർണ്ണാഭമാക്കി. ചൊവ്വാഴ്ച രാവിലെ നട തുറന്നതിനു ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 9 മണിയോടെ വിവിധ സമുദായക്കാരുടെ തട്ടിന്മേൽ കളി, കോൽക്കളി, കാവടി വരവ് എന്നിവയ്ക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ തട്ടിന്മേൽ ഊരകം വിശ്വകർമ്മ സമുദായം, ആറാട്ടുപുഴ വിശ്വകർമ്മ സമുദായം പല്ലിശ്ശേരി, ഇഴവ സമുദായം പല്ലിശ്ശേരി കിഴക്കുമുറി എന്നിവയുടെ തട്ടിന്മേൽ കളിയും പനങ്കുളം കോൽക്കളിയുമാണ് നടന്നത്.
പീലി പൂക്കാവടികളുമായി 6ഓളം കാവടി സംഘങ്ങൾ നിറഞ്ഞാടിയ കാവടി വരവ് ക്ഷേത്രാങ്കണത്തെ വർണ്ണാഭമാക്കി. തുടർന്ന് വിവിധ ദേശക്കാരുടെ വേലകൾ, കുതിരകളി, ദാരികൻ കളി, മുടിയാട്ടം, വെള്ളഭൂതം, കരിമ്പൂതം, തെയ്യം, തിറ, പൊയ്ക്കുതിര, ദേവനൃത്തം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും അനുഷ്ഠാന കലകളും കാർത്തിക നാൾ ആഘോഷത്തെ ഭക്തിസാന്ദ്രമാക്കി. രാവിലെയും വൈകിട്ടും ഭക്തർ ദേവിക്ക് പറന്നിറക്കൽ സമർപ്പണം നടത്തി. നിരവധി ഭക്തരാണ് കാർത്തിക മഹോത്സവത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് 5-ന് ശിങ്കാരിമേളം, ദേവനൃത്തം, തെയ്യം, കുതിര, പൊയ്ക്കുതിര തുടങ്ങിയ കലാരൂപങ്ങൾ നടന്നു. തുടർന്ന് ദേശത്തെ വള്ളുവന്റെ നേതൃത്വത്തിൽ എല്ലാ കലാരൂപങ്ങളും ചേർന്ന ക്ഷേത്രത്തിൽ പ്രവേശിച്ച് കാവുതീണ്ടൽ ചടങ്ങും നടന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വാക്കത്തോൺ റാലി, ഫ്ലാഷ് മോബ്, കവിതാലാപനം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ റാലി പ്രസിഡന്റ് റോസ്ലി ജോയ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ യുവതലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിന്റെ കൂടി കടമയാണ്. പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, അവര് തന്നെ പോയാൽ പറ്റില്ല. അവരുടെ കൂടെ അണിചേർന്ന് പഞ്ചായത്തിന്റെ മെമ്പർമാരും പഞ്ചായത്തും നമ്മൾ ഓരോരുത്തരും ഒപ്പം നിന്നാൽ മാത്രമേ ഈ വിപത്തിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. മെമ്പർമാരോ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ലഹരിക്കെതിരെ പോരാടാൻ ഒരുമിച്ച് നിന്ന് തന്നെ പ്രയത്നിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഈ പരിശ്രമത്തിന് എല്ലാവരുടെയും സഹകരണമാണ് പഞ്ചായത്തിന് ആവശ്യം. എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിനെ നേരിടാനും ഇതിനടിച്ചമർത്താനും സാധിക്കുകയുള്ളൂ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. വളരെയധികം ദുഃഖവും അതിലേറെ പ്രയാസത്തോടു കൂടിയാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇന്നു മുതൽ ലഹരി വിരുദ്ധ പോരാട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് ഇറങ്ങുവാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള വിദ്യാർത്ഥികൾ മുതൽ യുവതികൾ ഉൾപ്പെടെയുള്ള പ്രായമായ ആളുകൾ പോലും ലഹരിയുടെ വ്യാപനത്തിന്റെ പ്രചാരകരായി മാറുന്നു, ലഹരി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായി മാറുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സമസ്ത മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാപനം തടയുക എന്നുള്ള വളരെയധികം ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ ജനപ്രതിനിധികളുണ്ട്, വ്യത്യസ്ത ആശയങ്ങളുടെ ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാവരുടെയും മനസ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള പോരാട്ടങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങുകയാണ്. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, പ്രേമൻ കാരയിൽ, സിമി പ്രദീപ്, ജോയ് പയ്യപ്പിള്ളി, ശ്രുതി സനീഷ്, റൂബി ജോൺസൺ, നന്ദകിഷോർ, മെഡിക്കൽ ഓഫീസർമാരായ V സുനന്ദ, ഫെമി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KJ രാജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിൽ ബോധവൽക്കരണ ക്ലാസ്, ഫ്ളാഷ് മോബ്, വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരം, സൈക്കിൾ റാലി, വ്യാപാര സ്ഥാപനങ്ങളിലെ റെയ്ഡ്, ലഹരി വ്യാപനം തടയാൻ പോലീസ്, എക്സൈസ്, പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വീടുകളിൽ സംയുക്ത പരിശോധന, കൂടാതെ രാത്രികാലങ്ങളിൽ വാഹന പരിശോധന, ലഹരി വ്യാപനം തടയാൻ വോളണ്ടിയർ പരിശീലനം എന്നിവയാണ് സംഘടിപ്പിച്ചത്. ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന, അംഗൻവാടി, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, പൊതുപ്രവർത്തകർ എന്നിവരാണ് പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ഊരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് കോംപ്ലക്സിന്റെ സമർപ്പണം നടത്തി. ICDP ധനസഹായത്തോടെയും സഹകരണ വകുപ്പിന്റെ സഹകരണത്തോടെയുമാണ് ഹെൽത്ത് കോംപ്ലക്സ് നിർമ്മിച്ചത്.
തിങ്കളാഴ്ച വൈകിട്ട് 5 നടന്ന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP ഹെൽത്ത് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. ഊരകം സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഹെൽത്ത് കോംപ്ലക്സിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പെരുമാറ്റവും സമ്മതത്തോടും കൂടി ഊരകം സർവീസ് സഹകരണ ബാങ്ക് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഹെൽത്ത് കോംപ്ലക്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ ആദ്യമേ അറിയാം. നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം ഏറ്റവും അഭിമാനത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നപ്പോഴും ഈ സഹകരണ പ്രസ്ഥാനത്തെ ഞങ്ങൾ കൈവിടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ അവർ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കഴിഞ്ഞപ്പോൾ 2 ലക്ഷത്തിലധികം കോടി രൂപ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വന്നത്. ഊരകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ അധ്യക്ഷനായി. ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കണം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾ വളരെ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ആധുനിക ചികിത്സകൾ ഏറ്റവും സാധാരണ നിരക്കിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ മുന്നിൽ ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കുവാൻ പോകുന്നത്. നമുക്ക് കെട്ടിടത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റ് ലൈസൻസുകൾ, പാരാമെഡിക്കൽ ലൈസൻസ് ഉൾപ്പെടെ, ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ നേടിക്കൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായി നമ്മുടെ നീതി പോളിക്ലിനിക്ക്, നീതി ലാബ്, നീതി ഫാർമസി എന്നിവ ആരംഭിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം ഇന്നിവിടെ ഞങ്ങൾക്ക് ഉണ്ട്. ബാങ്ക് സെക്രട്ടറി AS അൻവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ ആദരസമർപ്പണം നിർവഹിച്ചു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ CM ബാലകൃഷ്ണൻ, TR വിജയൻ, M മധു എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് കിഡ്സ് നെസ്റ്റ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. പനംകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ, ചേർപ്പ് വല്ലച്ചിറ സഹകരണ സംഘം പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB പ്രജിത്ത, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൃദുല കിഷോർ, രുക്മിണി സുബ്രഹ്മണ്യൻ, ശരണ്യ, വൈശാഖ് ദാസ്, ഊരകം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം AV കിഷോർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സുലജ സദൻ എന്നിവർ സംസാരിച്ചു. 1946 ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ബാങ്കിംഗ് സൌകര്യങ്ങൾ ഇടപാടുകാർക്ക് നൽകുന്നതിനു പുറമെ ധാരാളം ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ബാങ്ക്. നീതി പോളിക്ലിനിക്, നീതി ലാബ്, നീതി ഫാർമസി എന്നിവയ്ക്കൊപ്പം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഉടൻ ലഭിക്കും. കേരളപ്പഴനി എന്നറിയപ്പെടുന്ന പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഈ മാസം 28 ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് സേവാ സംഘം ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂയ മഹോത്സവത്തിന്റെ കൊടിയേറ്റം ചൊവ്വാഴ്ച നടന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30 പാൽക്കുടം ഘോഷയാത്രയും വൈകിട്ട് ദേശത്തെ വിവിധ കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് ദണ്ഡികാവരവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂയാഘോഷ ദിനമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് വിവിധ ദേശങ്ങളിൽ നിന്ന് കാവടിയാട്ടം നടക്കും. വൈകിട്ട് 5:30 ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കും. തുടർന്ന് ഘോഷയാത്രകളും നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. രാത്രി 11:45 മുതൽ പുലർച്ചെ 2:45 വരെ വിവിധ ദേശങ്ങളിൽ നിന്ന് കാവടിയാട്ടം നടക്കും. മാർച്ച് 1 ഞായറാഴ്ച പൊന്നൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ട ആരംഭിക്കും. മാർച്ച് 2 തിങ്കളാഴ്ച രാവിലെ 7:30 ക്ഷേത്രാങ്കണത്തിൽ ആറാട്ടും തുടർന്ന് രാവിലെ 10:30 ആറാട്ടുകഞ്ഞി വിതരണവും നടക്കും. ഉച്ചയ്ക്ക് 12:30 കൊടിയിറക്കൽ ചടങ്ങോടെ പൂയാഘോഷം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒല്ലൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണിവേല ദിനങ്ങളിൽ ഭക്തർക്ക് സൗജന്യ സംഭാര വിതരണം. പെരിങ്ങോട്ടുകര 10+ കൂട്ടായ്മയാണ് സൗജന്യമായി സംഭാരം വിതരണം ചെയ്തത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ സൗജന്യ സംഭാര വിതരണം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ബിമൽ തണ്ടാശ്ശേരി അധ്യക്ഷനായി. അനീഷ് മാടമ്പാട്ട, ബിനോയ് തണ്ടാശ്ശേരി, മണിലാൽ തണ്ടാശ്ശേരി, സനോജ് തണ്ടാശ്ശേരി, പ്രതീഷ് പറയങ്ങാട്ടിൽ, അനിൽ തണ്ടാശ്ശേരി, സതീഷ് മുളയങ്ങാട്ടിൽ, ആൽവിൻ ചക്കമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. UAE ചൂലൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മയായ CMPK ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ദുബായ് കരാമ സെന്ററിലാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. നൂറുകണക്കിന് പേരാണ് UAE ചൂലൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മ ഒരുക്കി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. വിശപ്പിന്റേതടക്കം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ക്ഷമയുടെയും സഹനത്തിന്റെയും നാളുകളാണ് റമലാൻ മാസമെന്ന് CMPK ചെയർമാനും ലുലു ഗ്രൂപ്പ് കോർഡിനേറ്ററുമായ സലീം വലിയകത്ത് പറഞ്ഞു. CMPK പ്രസിഡന്റ് സലീം അബൂബക്കർ അധ്യക്ഷനായി. സെക്രട്ടറി നാസർ ഖാദർ, ഷബീർ പരീദ്, നൌഷാദ് ഖാദർ, യൂസഫ് അലി എന്നിവർ സംസാരിച്ചു. അജ്മൽ, ഷിഹാബ്, ഉപ്പാട്ട്, സാദിഖ്, പോക്കാക്കിലത്ത്, ഷക്കീർ സത്താർ, അനസ്, ഷിബു എന്നിവർ ഇഫ്താർ വിരുന്നിന് നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂരിൽ കേണൽ EV കൃഷ്ണൻ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിന്റെ മുഖ്യ കോർഡിനേറ്ററായിരുന്നു കേണൽ EV കൃഷ്ണൻ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് ചേറ്റുവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BSNL സെക്രട്ടറി അനിൽകുമാർ അധ്യക്ഷനായി. BLS പ്രസിഡന്റ് OK പ്രൈസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. BK സുദർശൻ, സുബൈർ വലിയകത്ത്, അരവിന്ദൻ പണിക്കശ്ശേരി, തമ്പി കളത്തിൽ, പുന്നപ്പുള്ളി ജയരാജൻ, കുമാരൻ പനച്ചിക്കൽ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,830 രൂപ, പവന് 1,18,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമാക്കിയ ലിഫ്റ്റ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ സമുദായക്കാരുടെയും ദേശക്കാരുടെയും കാവടി വരവും നാടൻ കലാരൂപങ്ങളും കാർത്തിക നാളിനെ വർണ്ണാഭമാക്കി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വാക്കത്തോൺ റാലി, ഫ്ലാഷ് മോബ്, കവിതാലാപനം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.